ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതായത് സാധാരണ എൻ്റെ വീട്ടിലുള്ള ഡേ ഇൻ മൈ ലൈഫിൽ ഇത് ഞങ്ങൾ ഫ്ലാറ്റില് തിരുവനന്തപുരത്ത് ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റിൽ അവിടെ ഉള്ള ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് അതായത് ഞാൻ യൂഷ്വലി അങ്ങനെ സാറ്റർഡേ സൺഡേസ് അവിടെ നിൽക്കാറില്ല. നാട്ടിലേക്ക് വരാറാണ് ചെയ്യുന്നത്. പക്ഷെ എന്തെങ്കിലും പ്രോഗ്രാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ നിൽക്കാറുള്ളൂ. അപ്പൊ ഇത് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ വീക്ക് അവിടെ നിന്നത്. സോ ഇന്നത്തെ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റു. അവിടെ ആണെങ്കിൽ ചിലപ്പോൾ ഇത്തിരി ലേറ്റ് ആവും ട്ടോ. എല്ലാവരും എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ലേറ്റ് ആവുന്നുണ്ട്. ഞാനും കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേക്കാതെ. ഇന്ന് എഴുന്നേറ്റപ്പോൾ ഒരു 7-7:30 ആ ഒരു സമയത്തായപ്പോഴാണ് എഴുന്നേക്കുന്നത്. അങ്ങനെ എഴുന്നേറ്റ് നമ്മൾ എപ്പോഴും നമ്മുടെ ബെഡ് ഫസ്റ്റ് വൃത്തിയാക്കി ഇടണമല്ലോ. വെള്ളമൊക്കെ കുടിച്ച് ബെഡൊക്കെ വൃത്തിയാക്കിയിട്ട് അപ്പം തലേന്ന് രാത്രി നല്ല മഴയായിരുന്നു. നല്ല മഴയായിരുന്നു. പക്ഷേ ഒരു 7-7:30 ആയപ്പോഴേക്കും ജസ്റ്റ് ആകാശമൊക്കെ ഒന്ന് തെളിഞ്ഞ് സെറ്റായി ഒക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. അത്ര മഴക്കോളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എഴുന്നേറ്റ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇപ്പം ജസ്റ്റ് ചെറുതായിട്ട് യോഗയൊക്കെ ചെയ്യും. നെക്സ്റ്റ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ മാക്സിമം ഞാൻ മിസ് ചെയ്യാണ്ട് തന്നെ ചെയ്യാൻ നോക്കാറുണ്ട്. ബട്ട് ചില ദിവസമൊക്കെ പെട്ടെന്ന് ഹറിബറി ആകുമ്പോഴത്തേക്ക് അതെല്ലാം മിസ്സായിപ്പോവും. അപ്പോൾ ഇനി എഴുന്നേറ്റ് ഉടനെ തന്നെ അതെല്ലാം ചെയ്തു. പിന്നെ ബ്രഷ് ചെയ്തു. ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുക്ക് ചെയ്യണമായിരുന്നു. അപ്പം മാക്സിമം ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാണ്ടിരിക്കാൻ നോക്കും. മാക്സിമം കുക്ക് ചെയ്യാൻ നോക്കും. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഉച്ചത്തേക്കാണ് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. സോ ചപ്പാത്തി ഉണ്ടാക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള മാവ് എടുക്കുക. പിന്നെ ഞാൻ ആശീർവാദിന്റെ അത് തന്നെയാണ് കേട്ടോ ഇടുന്നത്. ആ പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് തോന്നുന്നതാണ്. പിന്നെ റോക്ക് സാൾട്ട് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനെന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകത ഒന്നും അറിയില്ല. ബട്ട് നല്ലതാണെന്ന് പറയുന്നത് കൊണ്ട് അത് യൂസ് ചെയ്യും. പിന്നെ ഞാൻ ഒലിവ് ഓയിൽ യൂസ് ചെയ്യും. അത് നന്നായിട്ട് ഞാൻ സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ആയിട്ട് ഒലിവ് ഓയിൽ യൂസ് ചെയ്യും. പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടെ യൂസ് ചെയ്യും. ഇത് ഇത്രയും യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഡഫ് ഉണ്ടാക്കി വെക്കുന്നത്. കുറച്ച് അധികം നേരം വെച്ചിട്ട് മാത്രമേ ഞാനത് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. പിന്നെ ചൂടുവെള്ളം മസ്റ്റായിട്ട് ചൂടുവെള്ളം യൂസ് ചെയ്തിട്ട് തന്നെയാണ് കുഴയ്ക്കുന്നത്. മറ്റേ സാധാ തണുത്ത വെള്ളം ഉപയോഗിക്കാറില്ല. ഞാൻ പിന്നെ ടേബിൾ ടോപ്പിന്റെ മണ്ടയിൽ വെച്ചിട്ട് തന്നെയാണ് നന്നായിട്ട് കുഴയ്ക്കുക. അങ്ങനെ അത് നല്ലൊരു പരുവായിട്ടിന് ശേഷം എനിക്ക് 2 ചപ്പാത്തി മതി. സോ അതിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് മാറ്റി 2 ബോൾസ് ആക്കി മാറ്റി വെച്ചതിന് ശേഷം ഒരു വെറ്റ് ആയിട്ടുള്ള ഒരു തുണി ഞാൻ അതിന് മുകളിൽ ഇട്ടേക്കും. അതായത് നമ്മൾ എടുക്കുന്നിടം വരെ അത് ഇരിക്കുന്ന ഡ്രൈ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതാണ് അപ്പൊ എന്റെ ലഞ്ചിനേക്ക് ഉള്ളത്. ഇതെന്ന് പറയുന്നത് ഞാൻ രാവിലത്തേക്ക് വേണ്ടിയിട്ട് മ്യൂസ്ലിയും യോഗേർട്ടും ആണ് കേട്ടോ. ഏതെങ്കിലും ഫ്ലേവേർഡ് യോഗേർട്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ബ്ലൂബെറി, സ്ട്രോബെറി അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഫ്രൂട്ടിന്റെ അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്ലേവേർഡ് യോഗേർട്ടും മ്യൂസ്ലിക്കകത്ത് ഇട്ടിട്ട് കഴിക്കാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സാറ്റർഡേ എന്ന് പറയുമ്പോൾ ഫ്രീ ആണല്ലോ. അപ്പൊ ഞങ്ങൾ ഒരു ഹെയർ സ്പാ ചെയ്യാന്ന് വെച്ചു വീട്ടിൽ നിന്ന് തന്നെ. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും അവളും കൂടെ ഞാൻ അവൾക്ക് മസാജ് ചെയ്ത് കൊടുക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൾ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ ഓയിൽ ഇട്ട് ഞങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞ് അതിനുശേഷം അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മാസ്ക് ഇടും. അതും ഒരു 1 അവർ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അതും കഴിക്കണം. ഏകദേശം ഒരു 2 മണിക്കൂർ സമയം എടുക്കും കേട്ടോ. അപ്പൊ ഞാനത് കൂടെ അതായത് ആഴ്ച 2 ദിവസം എന്തായാലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ പ്ലമ്മിന്റെ ആ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ, ഹെയർ മാസ്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് യൂസ് ചെയ്ത് നോക്കണമായിരുന്നു. ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം. പിന്നെ നമ്മളുടെ ഡവിന്റെ മാംഗോ ബോഡി സ്ക്രബ് അതും എനിക്ക് ട്രൈ ഔട്ട് ചെയ്യണം. അപ്പൊ അത് രണ്ടും കൂടി ഇന്ന് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാനത് രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ വാങ്ങിച്ചിട്ട് ഞാൻ 2-3 പ്രാവശ്യം ഉപയോഗിച്ചു. അപ്പൊ അതിന്റെ ഒരു റിവ്യൂ ആയിട്ട് പറയുമ്പോൾ അതിന്റെ ഒരു വീഡിയോ കാണിക്കണമല്ലോ, അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ഹെയറിന്റെ എൻഡിലൊക്കെ നന്നായിട്ട് ഓയില് തേച്ച് കെട്ടിവെച്ചു. പുറത്ത് ഇപ്പോഴും ചെറിയൊരു കാറ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു മഴക്കോള് പോലെയൊക്കെ തോന്നി. പിന്നെ ആ ഡവിന്റെ നമ്മൾ എത്ര വീട്ടിൽ സ്പാ ചെയ്താലും നമ്മൾ ഒരു പാർലറിൽ പോയി ചെയ്യുന്ന സ്പായുടെ അത്രയും എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ നോയേ പറയുള്ളൂ കേട്ടോ. കംപ്ലീറ്റ്ലി നോയേ പറയുള്ളൂ. അല്ലെങ്കിൽ അത്രയ്ക്ക് വില കൂടിയ മാസ്ക് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അത് അക്സെപ്റ്റബിൾ ആണ്. അല്ലാണ്ട് നമ്മൾ നോർമൽ മാസ്ക് വാങ്ങി ഞാൻ എത്ര നേരം തലയിൽ വെച്ചിട്ട് ചിലപ്പോൾ ഹീറ്റ് ഒക്കെ കൊടുത്തിട്ടായാലും നമ്മൾ പാർലറിൽ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഓക്കെ, അങ്ങനെ എന്തായാലും നല്ല സമയമുണ്ട്. 2 മണിക്കൂർ വേണം ഇതെല്ലാം കൂടെ ചെയ്തു തരാൻ. അപ്പൊ ഞങ്ങള് റൂമൊക്കെ ക്ലീൻ ചെയ്യാന്ന് വെച്ചു. ഞങ്ങൾ ഒരാള് റൂം ക്ലീൻ ചെയ്യുമ്പോൾ ഒരാള് വാഷ്റൂം ക്ലീൻ ചെയ്യും. അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ പാരലലി ജോലി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ ചിലന്തയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നല്ല വൃത്തിയാക്കി സൈഡിൽ അഴുക്കും അതൊക്കെ തുടയ്ക്കും. പിന്നെ തൂക്കും. അങ്ങനെ എപ്പോഴും വെറുതെ ഇരിക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പണികളൊക്കെ ചെയ്യും. പിന്നെ ഭയങ്കര വലിയ റൂം അല്ലാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതിന് ശേഷം അവൾ എനിക്കൊരു ചായ ഇട്ടുകൊണ്ട് തന്നു. അപ്പൊ അതൊക്കെ കുടിച്ചു. അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ തുടച്ചു. മോപ്പർ ഇല്ലാന്ന് വിചാരിക്കുന്നുണ്ട്. മോപ്പർ ഉണ്ട്, പക്ഷെ മോപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ഈ കട്ടിലിന്റെ അടിയിലേക്കൊക്കെ നന്നായിട്ട് തുടയ്ക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന് തുടയ്ക്കുന്നതാണ് കുറച്ചുകൂടെ സൗകര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പത്തേക്കും ഒരു സമയമായി. അത് കഴിഞ്ഞിട്ട് ഞാനത് നല്ലൊരു ഷാമ്പു യൂസ് ചെയ്തിട്ട് ആ ഹെയറിലെ ഓയിൽ ഫുള്ള് കളഞ്ഞു. അതിനുശേഷം ഹെയർ നന്നായിട്ട് എന്താണ് ഉണക്കും, ഡ്രൈ ആക്കും. ടവൽ യൂസ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് ഈ പ്ലംബിന്റെ ഈ ഒരു ഹെയർ മാസ്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഹെയറിൽ മാത്രമല്ല തലയിലും ഇട്ട് കൊടുക്കാൻ പറ്റും. അത് ഈ നനഞ്ഞ മുടി നന്നായിട്ട് ചീകും. അതായത് ആ ഒരു സ്ട്രെയിറ്റ്നസ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, ഞാൻ 2 3 പ്രാവശ്യം ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്താ ഈ പാർലറിൽ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ പല രീതിയിൽ ട്രൈ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ആ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ചെയ്തു നോക്കാന്ന് വിചാരിച്ചത്. അപ്പൊ അത് 1 മണിക്കൂർ തലയിരിക്കട്ടെ. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരു മാസ്ക് ഉണ്ടാക്കാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പൊട്ടറ്റോയുടെ പീല ചെയ്ത് അത് ഗ്രേറ്റ് ചെയ്തിട്ട് അതിന്റെ ജ്യൂസിനകത്ത് ഞാൻ ഓട്സ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഓട്സ് മിക്സും കൂടെ ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പൊ ഹെയറിലെ ഹെയർ മാസ്കും ഇരിക്കും, മറ്റേ ഫേസിലെ ഫേസ് മാസ്കും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അത് ഫേസ് മാസ്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓട്സ് വാങ്ങിച്ചു വെച്ചിട്ട് അത് പൊടിച്ചിടുകയാണ് കേട്ടോ. ഞങ്ങളത് ഇവിടെ കുറച്ച് പേരുണ്ട്, അപ്പം എല്ലാവർക്കും കൂടെ ഇടാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സ്പൂൺ വെച്ച് അത് ചെയ്തിട്ട് അത്ര റെഡിയായില്ല. പിന്നെ ഞാൻ വിസ്ക് യൂസ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തു. അപ്പോഴാകുമ്പത്തേക്ക് ആ തരിതരിപ്പൊന്നും കാണാതെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നന്നായിട്ട് ആവി പിടിക്കും. സ്റ്റീമർ ഉണ്ട്, സ്റ്റീമർ ഞാൻ വാങ്ങിയിട്ട് നല്ല സ്റ്റീമർ കേട്ടോ. അപ്പൊ സ്റ്റീമർ വാങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് ആവി പിടിച്ചതിന് ശേഷമാണ് ഈ ഒരു മാസ്ക് ഇട്ട് കൊടുക്കുന്നത്. മുഖത്തും കഴുത്തിലും ആണ് ഞാൻ മെയിൻലി ഇടാറ്. ഇത് ഇതിപ്പോ ഞാൻ ഓട്സ് ആണ് ഇട്ടേക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള അരിപ്പൊടി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് മുഖത്ത് ഇരിക്കട്ടെ. ആ സമയത്ത് ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ്. ഞാൻ ചപ്പാത്തിയും ബ്രഹ്മി ജാം, ഇത് നല്ല ജാമാണ് കേട്ടോ, പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇതിന്. നോർമൽ ജാം വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടെ പൈസയാണ്, പക്ഷെ നല്ലതാണ്, നല്ല ടേസ്റ്റ് ആണ്. ദെൻ ഹിയർ നമ്മളെ എന്താണ് ഡവിന്റെ ബോഡി സ്ക്രബ് വന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ട്ടോ. അടിപൊളി മണമാണ്. ഇത് ഇട്ടിട്ട് നമ്മൾ കുളിച്ചിറങ്ങിയാൽ ബാത്റൂമിൽ നല്ല മണം, കുറേ നേരത്തേക്ക് ആ മണം ഉണ്ടാവും. പിന്നെ നമ്മളുടെ ബോഡിയിൽ അത് എത്ര നേരമൊക്കെ നിൽക്കും അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അതിന് കറക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമുക്കൊരു 1 മണിക്കൂർ നിൽക്കും, അത് ഓക്കെയാണ്. പക്ഷെ അപ്പൊ നമ്മളിത് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നാ പിന്നെ എന്തിനാ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് സാധനം വാങ്ങുകയും ചെയ്യും. പക്ഷെ അത് ഉറപ്പായിട്ട് നമ്മളുടെ ബോഡിയെ അത് എഫക്ട് ചെയ്യും കേട്ടോ. കാരണം എന്ന് പറഞ്ഞാല് ആ ബോഡിയുടെ ഒരു എന്താ പറയാ ഈ തരിതരിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡെഡ് സെൽസ് ഒക്കെ അത് റിമൂവ് ചെയ്യും. നമ്മളെ സ്മെൽ എത്ര നേരം നിൽക്കും എന്നുള്ളതിലല്ല കാര്യം, അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു എന്താണ് എഫക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. നല്ലതാണത്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പം കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടില്ലായിരുന്നു. എൻ്റെ മുടി കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ട് ഞാൻ സ്ട്രെയിറ്റ് ചെയ്യാൻ നിന്നാൽ മുടി സ്ട്രെയിറ്റ് ആവില്ല. ഒരുപാട് നേരം അപ്പൊ ഞാൻ ചെറിയൊരു വെറ്റ്നസ് ഉണ്ടെങ്കിൽ ആ ഒരു ഹെയറിലാണ് ഞാൻ സ്ട്രെയിറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ ഞാൻ ഹെയർ ഒക്കെ ഓരോ പാർട്ടായിട്ട് എടുത്ത് ഹെയർ ഒക്കെ എടുത്തിട്ട് സ്ട്രെയിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ ഇവിടെ ഒരു പ്രോഗ്രാം ആയിരുന്നു. സോ ഞങ്ങൾ താമസിക്കുന്ന റെസിഡൻസിയിൽ ഓണം സെലിബ്രേഷൻ ആണ്. സോ അതാണ് പരിപാടി. അങ്ങനെ ഞാൻ ജസ്റ്റ് പരിപാടിയൊക്കെ കണ്ടിട്ട് വന്ന് ജസ്റ്റ് രാവിലത്തെ കുറച്ച് സ്പോർട്സ് ഇവന്റ്സ് പോലുള്ള ഇവന്റ്സ് ഒക്കെ കണ്ടിട്ട് വന്നിട്ട് വൈകുന്നേരത്തേക്കുള്ള ചായ കുടിയൊക്കെ ആയി. വൈകുന്നേരമുള്ള ചായ കുടി കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഈവനിങ് എനിക്ക് അവിടെ ആങ്കറിങ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആവുകയാണ്. ആങ്കറിങ് മാത്രമല്ല, എനിക്ക് പൂജ ഡാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ കോസ്റ്റ്യൂം ആണ് ഓഫ് വൈറ്റ് ടോപ്പും വൈറ്റ് പാന്റും ആണ്. അപ്പൊ അതിന് പിന്നെ ആങ്കറിങ് കൂടെ ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇതാണ്. ഞാൻ യൂസ് ചെയ്തേക്കുന്ന ലിപ്സ്റ്റിക് മെയ്ബിലിന്റെ ഡീപ്പ് വൈൻ എന്ന് പറയാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഞാൻ 2 ലിപ്സ്റ്റിക് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട്, ഒരെണ്ണം കുറച്ച് ലൈറ്റും ഒരെണ്ണം നല്ല ഡാർക്കും ആണ്. അതിന്റെ റിവ്യൂ വേണമെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. അതാണ്.
പിന്നെ ഞാൻ കൺസീലർ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിച്ച് വെച്ചിരിക്കുകയായിരുന്നു മേബിലിന്റെ ഈ ഒരു കൺസീലർ വാങ്ങിക്കണമെന്ന്. എന്റെ ഭയങ്കര ഫെയർ സ്കിൻ അല്ല, എനിക്കൊരു മീഡിയം സ്കിൻ ആണ്. ഞാൻ എടുത്തിരിക്കുന്ന അതെന്ന് പറയുക ഷെയ്ഡ് എന്ന് പറയുന്ന സാൻഡ് ആണ്. സോ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് എത്ര എത്ര ട്വിസ്റ്റ് ചെയ്യണം, എത്ര വരുമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇട്ടപ്പം അത്യാവശ്യം നല്ല കൂടുതലായിരുന്നു. ബട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് സ്പോഞ്ച് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് എനിക്കിത് ബ്ലെൻഡർ ഉണ്ടല്ലോ, ബ്ലെൻഡർ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു, യൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരുന്നു. പ്രൊഡക്റ്റ് കുറച്ച് കൂടുതൽ ഫേസിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കുറച്ച് എളുപ്പമായിരുന്നു. സോ ഞാൻ ലിപ്സ്റ്റിക്കും ഈ ഒരു കൺസീലർ മാത്രമേ ഇട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ഇട്ടില്ല. ഫൗണ്ടേഷനും കാര്യങ്ങളും ഒന്നും ഞാൻ ഇട്ടില്ല. രാത്രിയാണല്ലോ, പിന്നെ ലൈറ്റ് ഉണ്ട്, അപ്പം പിന്നെ അതിന്റെ ഒരു വെട്ടത്തില് നല്ലതായിരിക്കും എന്ന് തോന്നി. വേറെ ഒന്നും എനിക്ക് ഇടാനുള്ള ടൈമും കിട്ടിയിരുന്നില്ല. 7 മണിക്കായിരുന്നു പ്രോഗ്രാം. സോ എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ ഞാൻ ഇതെല്ലാം ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കൺസീലർ ഒന്നും ഞാൻ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ മുകളിലും താഴെയും കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എന്റെ ലിപ് ഷെയ്ഡ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ രണ്ടെണ്ണം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ്. പിന്നെ ഇത് കെ ബ്യൂട്ടിയുടെ ബ്ലഷ് ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ കെ ബ്യൂട്ടിയുടെ ബ്ലഷ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കെ ബ്യൂട്ടിയുടെ ബ്ലഷ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ അതുപോലെ ഞാൻ കുറച്ചുകൂടെ വലുതാണ് എക്സ്പെക്ട് ചെയ്തത്. 899 റുപ്പീസിന് ഇത്രയും മിനി സാധനമാണ് കിട്ടുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പിന്നെ കമ്മലൊക്കെ ഇട്ടു, കണ്ണൊക്കെ എഴുതി. കണ്ണ് മുകളിലും താഴെയും എഴുതി കേട്ടോ. എനിക്കിഷ്ടമാണ് മുകളിലും താഴെയും കണ്ണ് എഴുതാൻ. പിന്നെ വലിയ പൊട്ട് തൊട്ടു. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വലിയ പൊട്ടൊക്കെ തൊടുന്നത്. കുഞ്ഞു പൊട്ടായ തൊട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ എപ്പോഴും പാട്ടൊക്കെ ഉണ്ട്, സൈഡിൽ പാട്ട് നടക്കുന്നുണ്ട്, ഞാനിവിടെ കിടന്ന് ആക്ഷൻ കാണിക്കും. സിമ്പിൾ ഒരു ഹെയർ സ്റ്റൈൽ ആയിരുന്നു. ഞങ്ങൾക്ക് പൂജ ഡാൻസിന് എല്ലാവരും ഏകദേശം ഒരേ ഹെയർ സ്റ്റൈൽ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. നടുക്കൂടെ പൗഡർ എടുത്തിട്ട് മുകളിലും സൈഡിൽ നിന്നും കുറച്ച് അത് മാത്രം എടുത്ത് ഹെയർ എടുത്തിട്ട് പിൻ ചെയ്ത് വെക്കാം. അതായിരുന്നു ഞങ്ങളുടെ ഹെയർ സ്റ്റൈല്. സോ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആങ്കർ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് ക്ഷീണിച്ചു കേട്ടോ. നല്ല ക്ഷീണിച്ചു. കയറി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഡി ജെ ഉണ്ട്. അപ്പൊ ഡി ജെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 12 1 മണിയായെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ അന്നത്തെ ഡേ അത് ഞാൻ സ്പെഷ്യൽ ആയിട്ട് എടുത്തില്ല. ഇത് സദ്യയും കാര്യങ്ങളൊക്കെ പിറ്റേന്ന് ഉണ്ടായിരുന്നു. അന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ സെലിബ്രേഷൻ. ഡാൻസിന്റെ ഫുൾ വീഡിയോ കേട്ടോ.